തദ്ദേശീയതയ്ക്കൊപ്പം സാർവദേശീയതയിലും NN പിള്ളയുടെ നാടകങ്ങൾ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 1982 അരങ്ങേറിയ NOC എന്ന നാടകത്തിൽ ആധുനിക രാഷ്ട്രീയ വിശ്വാസ പ്രമാണങ്ങൾ വിലയിരുത്തപ്പെടുന്നു. 57 വർഷത്തിനുള്ളിൽ ഞാൻ പഠിച്ച രാഷ്ട്രീയം എന്താണെന്നറിയോ? സൂത്രഭാഗത്തിൽ എനിക്ക് രണ്ടാടുണ്ട്. അതിലൊന്നേ ഞാൻ തനിക്ക് വരുന്നു. അതാണ് സോഷ്യലിസം. എന്റെ രണ്ടാടിനെയും ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് 2 കുടം പാല് വീതം ദിവസം തരണം. അതാണ് കമ്മ്യൂണിസം. എന്റെ ഒരാടിനെ തനിക്ക് തന്നിട്ട് തന്റെ മുട്ടനാടിനെ ഞാൻ വാങ്ങുന്നു. അതാ ക്യാപിറ്റലിസം. ഇരു ചെവി അറിയാതെ ഞാൻ തന്റെ മുട്ടനാടിനെ ഓട്ടിക്കും. അതാ ഇംപീരിയലിസം. എന്നെ ഒറ്റ വീട്ടിന് കൊന്നിട്ട് താൻ എന്റെ രണ്ടാടിനെ എടുക്കണം. അതാണ് ഫാസിസം. പാലിന്റെ വിലയുടെ നേരെ ഇരട്ടി തീറ്റ കൂടി ആകുമ്പോ പട്ടിണി കിടന്ന് എല്ലും തോലുമായി എന്റെ ആടിനെ ഞാൻ ഇറച്ചി കരയ്ക്ക് വെക്കും. ഇത് വാങ്ങിക്കുന്ന ഹോട്ടലുകാരന് ചിക്കൻ ചോപ്സ് എന്ന് പറഞ്ഞ് 80% മാട്ടിറച്ചി കൂടെ ചേർത്ത് നാട്ടുകാർക്ക് വെക്കും. അതാ ഡെമോക്രസി. എന്റെ പെണ്ണാടിനെ വേലിക്കപ്പുറത്തും തന്റെ മുട്ടനാടിനെ വേലിക്കപ്പുറത്തും കുറ്റിയടിച്ച് കെട്ടിയെടുക്കും. 2 മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അതായി ചേരിചേരാനയോ എന്ന് പറഞ്ഞത്. രാഷ്ട്രീയ ശുദ്ധ തട്ടിപ്പ് അല്ലാണ്ടെന്താ ഈ ഉദരനിമിത്തം വികൃത വേഷം. അങ്ങക്ക് എന്നേക്കാൾ അല്പം പ്രായക്കുറവുണ്ടെന്ന് എനിക്കറിയാം. 4-5 മാസത്തിന്റെ വ്യത്യാസമേ കാണുകയുള്ളൂ. എങ്കിലും ഞാൻ ബഹുമാനം കൊണ്ട് കേട്ട എന്നങ്ങ് വിളിച്ചോട്ടെ. അതേ ബഹുമാനം കൊണ്ട് തന്നെ ഞാൻ വലിയേട്ടാന്ന് വിളിച്ചോട്ടെ. അയ്യോ, ചേട്ടന്റെ നാവിൽ നിന്നും ആ വലിയേട്ട എന്നുള്ള സംബോധന എനിക്ക് എത്ര സന്തോഷപ്രദമായ കാര്യമെന്നറിയാം. പിന്നെ വിശ്വ നാടകങ്ങളുടെ എല്ലാം അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠനം നടത്തിയ ചേട്ടന്റെ നാടകത്തിലൊന്നും തന്നെ അതിന്റെയൊക്കെ പ്രേരണയോ അനുകരണമോ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് ചേട്ടന്റെ നാടകങ്ങൾ കണ്ടിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ശരിയാണോ? അല്ല, ഈ പറഞ്ഞിടത്തോളം അഗാധയിലേക്കൊന്നും ഞാൻ ഇറങ്ങി ചെന്നിട്ടില്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് അനുകരിക്കാൻ വേണ്ടിയല്ല, അനുകരിച്ച് പോകാതിരിക്കാൻ വേണ്ടി. ശരി. ചേട്ടന്റെ നാടകങ്ങളില് അപ്പൊ ഒക്കെ അശ്ലീലം ഉണ്ടെന്നൊരു പരാതിയുണ്ട്. ചേട്ടന്റെ നാടകങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാൻ പറയുന്നതേ അശ്ലീലം എന്നാണ് പലരും പറയുന്നത്. അതെന്തോട്ടെ, ചേട്ടന് ഈ അശ്ലീലത്തിനെ പറ്റി അതിനൊരു നിർവചനം പറയാമോ? അതായത് നമ്മളിപ്പോ ധരിച്ചു വെച്ചിരിക്കുന്നത് അശ്ലീലം എന്ന് വെച്ചാൽ ലൈംഗിക പരാമർശം ഉൾക്കൊള്ളുന്നതാണ് എന്നാണ് എല്ലാവരുടെയും ധാരണ. യഥാർത്ഥത്തിൽ അശ്ലീലം അതല്ല. അശ്ലീലം എന്നുള്ള ആ പദത്തിന്റെ യഥാർത്ഥമായ അർത്ഥം അറയ്ക്കുന്നത്, ജുഗുപ്സാവഹം എന്ന്. ഉദാഹരണത്തിന് ഞാൻ അരങ്ങത്ത് വെച്ച് കൊള കൊളാന്ന് ശബ്ദിച്ച പ്രേക്ഷകൻ അറച്ചു പോകും.